8 ലക്ഷം ഹെക്ടറിൽ നെൽകൃഷി നടന്നുകൊണ്ടിരുന്നപ്പോൾ നെൽകൃഷി നടന്നുകൊണ്ടിരുന്ന 1950കളിൽ കേരളത്തിൻ്റെ പട്ടിണി വളരെ ഉയർന്ന തരത്തിലുള്ളതായിരുന്നു. ആഗോള ദേശീയ പ്രശ്നങ്ങൾക്ക് പങ്കുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം സംസ്ഥാനത്ത് ഇത്രയും ഇടത്തിൽ ഇത്രയും വിപുലമായി നെൽകൃഷി നമ്മുടെ പ്രധാന ഭക്ഷ്യവിഭവം ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടും നമ്മുടെ നാട്ടിലെ 3/4 ജനങ്ങളും നിത്യപട്ടിണിയിലായിരുന്നു. മാത്രമല്ല, ആ കൃഷിയിൽ ഏർപ്പെട്ടിട്ടുള്ള തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ തന്നെ അരപ്പട്ടിണിയിലോ 3/4 പട്ടിണിയിലോ മുഴുപട്ടിണിയിലുമായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഭക്ഷ്യവിഭവം ഉൽപ്പാദനത്തിൻ്റെ ഗുണഭോക്താക്കൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അക്കാലത്തെ ജന്മികളായിരുന്നു അത് എന്ന് കാണാം. ജന്മികളുടെ പത്തായപ്പുരകൾ നിറഞ്ഞു കവിഞ്ഞു 8 ലക്ഷം ഹെക്ടറിലെ നെല്ലുൽപാദനം കൊണ്ട്. എന്നല്ലാതെ കേരളത്തിൻ്റെ ഭക്ഷ്യത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിരുന്നില്ല എന്ന് കാണാം. എന്നാൽ അതിൽ നിന്ന് 1/4 ഭാഗം മാത്രം നെൽകൃഷി ചെയ്യുന്ന ഇക്കാലത്ത് 2025 കേരളത്തിൽ പട്ടിണി ഇല്ലെന്ന് തന്നെ പറയാം.